നമ്മുടെ ഇടയ്ക്കൽ ഇവിടെ നേരിട്ട് കൺസൾട്ടേഷന് വേണ്ടി വരുന്ന സമയത്ത് പറയപ്പെടുന്ന കേസുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ ആളുകളും പറയുന്നൊരു വിഷയം കുടുംബജീവിതത്തിലെ പ്രതിസന്ധികളും പ്രയാസങ്ങളാണ്. കുടുംബജീവിതത്തിലെ പ്രതിസന്ധികൾ എന്ന് പറയുമ്പോൾ സാമ്പത്തിക പ്രതിസന്ധി പോലെയുള്ള പ്രതിസന്ധികളല്ല. അവരുടെ ജീവിതത്തിൽ യോജിപ്പില്ലായ്മ, ഐക്യമില്ലായ്മ, പരസ്പരം അകന്നു നിൽക്കുക, മാസങ്ങളോളമായിട്ട് മിണ്ടാതിരിക്കുക, ത്വലാഖിൻ്റെ വക്കിലെത്തിയത്, ചെലവിന് കിട്ടാത്തത്, ഇങ്ങനെ കുടുംബജീവിതത്തിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അകന്നു നിന്ന് ശിഥിലമായ ആളുകൾ. ഇതിനിടയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നത് ആരാണ്? അവരുടെ വളർന്നു വരുന്ന ഒന്നും തിരിയാത്ത മക്കളാണെന്നുള്ളത് ആലോചിച്ച് നോക്കുമ്പോൾ വളരെ കഷ്ടം തന്നെയാണ് അതൊക്കെ കേൾക്കുമ്പോൾ. യഥാർത്ഥത്തിൽ ഇത്തരം ഒരു ആയുസ് മുഴുവനും കോടതി വരാന്തകളിൽ കയറിയിറങ്ങുന്ന എത്ര കുടുംബങ്ങളുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ നല്ല നാളുകളെല്ലാം ആസ്വദിച്ചും സന്തോഷിച്ചും സ്നേഹം കൊണ്ടും കൊടുത്തൊക്കെ ജീവിക്കേണ്ടത് ചെറിയ ചെറിയ വാക്കിൻ്റെ മേല്, ചെറിയ ചെറിയ സംസാരത്തിൻ്റെ മേല്, നിസ്സാര കാര്യങ്ങളുടെ പേരിൽ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഓരോ കേസും നമ്മൾ അങ്ങനെ ഇഴകീറി പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ്ങിലുണ്ടായിരുന്ന കാരണം എന്ന് പറയുന്നത് ചെറിയൊരു പ്രശ്നമാണ്. അതിങ്ങനെ പെരുപ്പിച്ച് ഒരു സൈഡിൽ നിന്ന് മറ്റൊരാൾ കുറ്റം പറയുമ്പോൾ മറ്റേ സൈഡിൽ നിന്ന് ഇയാൾ വേറുള്ള ആളുകളോട് പറഞ്ഞ് അതിങ്ങനെ വീർത്ത് വലുതായി അത് പിന്നെ വലിയൊരു കറയായി മാറി, പിന്നെ വൈരാഗ്യത്തിലേക്കും ദേഷ്യത്തിലേക്ക് എത്തി. ഇതിനിടയിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ മക്കൾ വഴിയാധാരമാകുന്നു. അവർക്ക് മാതാപിതാക്കളുടെ സ്നേഹം കണ്ട് ജീവിക്കാനും അവരുടെ സ്നേഹവും കെയറും കിട്ടി ജീവിക്കാനുള്ള അവസരം നഷ്ടപ്പെടുന്നു. എത്ര ക്രൂരതയാണിതെന്നറിയോ? ഇത്തരം സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷ ലഭിക്കാൻ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ ലളിതമായൊരു അമലാണ് പറയുന്നത്. ഇത് നല്ല രൂപത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നവരും ഇടയ്ക്കിടയ്ക്ക് ഇത് ചെയ്യുന്നത് കുടുംബജീവിതത്തിൽ ഖൈറ് ലഭിക്കാൻ കാരണമാകും. ഒരു സൂറത്തും ഉണ്ട്, ഒരായത്തും ഉണ്ട്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു ഇസ്മുണ്ട്. ഇത് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബജീവിതത്തിൽ നല്ല റാഹത്തും സന്തോഷവും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ്. അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രമേ വരാവൂ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പലരും വിളിക്കാതെയും ബുക്ക് ചെയ്യാതെയൊക്കെ വരുന്നത്. അതുകൊണ്ട് ബുക്ക് ചെയ്തതിൻ്റെ ശേഷം മാത്രം വരണം എന്നുള്ള അറിയിക്കണം. നമ്മളിതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്. നിങ്ങളത് അവിടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൻ്റെ 2 മേഖലകളിൽ ഒറ്റപ്പെട്ട തുരുത്തുകളിൽ ഏകാന്ത പതികനായി ജീവിക്കാൻ വിധിക്കപ്പെട്ട 2 വ്യക്തിത്വങ്ങൾ, 2 സ്വഭാവ സവിശേഷതകളിൽ നിന്ന്, 2 വ്യക്തിപ്രഭാവങ്ങളിൽ നിന്ന്, 2 മേഖലകളിൽ നിന്ന് ഒരുമിച്ച് ജീവിക്കുമ്പോൾ സ്വാഭാവികമാണ് ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. കാരണം ഭർത്താവ് ജീവിച്ച സാഹചര്യത്തിലോ അവസരങ്ങളിലോ സിറ്റുവേഷനിലോ അല്ല ഭാര്യ ജീവിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ആ 2 വ്യക്തിത്വങ്ങൾ, രണ്ടാളുടെയും സ്വഭാവം വേറെയാണ്, രണ്ടാളുടെയും നേച്ചർ വേറെയാണ്, രണ്ടാളുടെയും സാഹചര്യങ്ങൾ വേറെയാണ്. അവർ രണ്ടുപേരും ഒരുമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാകും, വഴക്കുണ്ടാകും, ഇടയ്ക്കിടയ്ക്ക് പിണക്കങ്ങൾ ഉണ്ടാകും. അത് സ്വാഭാവികമാണ്. അത് അധിക സമയം നീണ്ടുപോകാതെ, അത് നമ്മുടെ ബെഡ്റൂമിൻ്റെ 4 ചുവരുകൾക്കപ്പുറത്തേക്ക് നീങ്ങാതെ അതിനുള്ളിൽ തന്നെ ഒതുങ്ങാൻ വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കണം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് നീങ്ങരുത്. അതിലാദ്യമേ ഒരു ധാരണയിലെത്തണം കപ്പിൾസ്. നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ പറഞ്ഞു തീർക്കുക. ഇതിനപ്പുറത്തേക്ക് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അറിയരുത്, അത് പുറത്താവരുത് എന്നുള്ളൊരു ധാരണയിൽ 2 ആളുകളും എത്തുമ്പോഴാണ് ഇത് ശരിയാകുന്നത്. ശരിക്കും ഈ ഇണക്കങ്ങൾ യഥാർത്ഥത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഈ ഇണക്കങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് എന്താ? ഈ ഇണക്കങ്ങൾ ശരിക്കും ഉണ്ടാവണം. ഇണക്കങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ ഈ പിണക്കങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ യഥാർത്ഥത്തിൽ അവിടെ ഇണക്കത്തിനൊരു ഭംഗി ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇപ്പം രാത്രിക്ക് ഭംഗി കിട്ടുന്നത് പകലുണ്ടായതുകൊണ്ടാണ്. എല്ലാ സമയവും രാത്രിയാണെന്ന് സങ്കല്പിക്കുക. എന്നാൽ പകലിനൊരു മനോഹാരിത ഇല്ല. പകലാണ് എല്ലാ സന്ദർഭത്തിലും പകലാണ്, എന്നാൽ രാത്രിക്കൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഇണക്കാവുമ്പോൾ ഇടയ്ക്കുള്ളൊരു പിണക്കം ആ ഇണക്കത്തിന് മാധുര്യം കൂട്ടാൻ കാരണമാകും. അതുകൊണ്ട് നീണ്ടുപോകാതെ
ഒരു 3 ദിവസത്തിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. ഏറിപ്പോയാൽ ഒരു ദിവസത്തിനുള്ളിൽ തീർക്കണം. അത് അന്നത്തെ രാത്രിയോടുകൂടെ തീരണം, ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറ്റപ്പെടുത്തലുകൾ അത് ആർക്കാണെങ്കിലും ഇഷ്ടപ്പെടില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഇത്തരം വിഷയങ്ങളിൽ ഒരുപാട് കൗൺസിലിങ്ങുകളും മറ്റൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭം കൂടെ ആയതുകൊണ്ട് നമുക്കിത് ഒരുപാട് വിഷയങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. കുറച്ചൊന്നല്ല, അത്രയും വിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമുക്ക് കുറേ കേസുകൾ കൈകാര്യം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയൊരു അനുഭവത്തിൽ നിന്ന് പറയുന്നത് ഈ കുറ്റപ്പെടുത്തലുകളാണ് പ്രധാന വില്ലനായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ചില ആളുകളൊക്കെ എന്തെങ്കിലും ടെൻഷനിൽ, ഇപ്പോൾ ഭാര്യ എന്തെങ്കിലും ടെൻഷനിലായിരിക്കും, ഭർത്താവ് എന്തെങ്കിലും ടെൻഷനിലായിരിക്കും. അപ്പോൾ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോവുക, കുറ്റപ്പെടുത്താതിരിക്കുക. സംസാരത്തിൽ കുറ്റപ്പെടുത്തുക എന്നുള്ളത് ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് കുറ്റപ്പെടുത്താതെ സംസാരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് വാക്ക് പാലിക്കുക എന്നുള്ളത്. അത് ചില ബന്ധങ്ങളിൽ വില്ലനായത് എൻ്റെ അനുഭവത്തിൽ തന്നെയുണ്ട്. നമ്മുടെ അടുക്കൽ വന്ന ചില കേസുകളിൽ നമ്മളത് കണ്ടിട്ടുണ്ട്. വാക്ക് പാലിക്കാതിരിക്കുക എന്നുള്ളത് ഒരു ബന്ധത്തിൻ്റെ പ്രധാനമായും വേണ്ട ഒരു കാര്യമാണ്. വാക്ക് പാലിക്കുക എന്നുള്ളത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന വാക്ക് കൃത്യമായും പാലിക്കുക എന്നുള്ളത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആത്മീയമായിട്ട് നമ്മൾ ചൊല്ലേണ്ട കാര്യങ്ങൾ പറയുക. അത് അങ്ങനെ പറയുമ്പോഴാണ് അതിനൊരു ഇതിലേക്കൊരു തൗത്തി ഒരു ചുവട് വെപ്പതാകുള്ളൂ. അപ്പോൾ വാക്കുകൾ പാലിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ക്ഷമ എന്ന് പറയുന്നത്. നമ്മളെല്ലാത്തിനും എടുത്ത് ചാടരുത്. പെട്ടെന്നങ്ങ് എടുത്ത് ചാടി സംസാരിക്കുക. എന്താണൊന്നും ഒരു ഗ്യാപ്പ് ഇട്ട് സംസാരിച്ചാലേ, എന്തെങ്കിലും ഒരു കാര്യം നമ്മളോട് ചോദിച്ചു, അപ്പോൾ ഭാര്യയ്ക്കത് സമ്മതിക്കാനൊരു ഇതില്ല, അപ്പോൾ പെട്ടെന്ന് എടുത്ത് ചാടാതെ ഒന്നും മിണ്ടാതിരിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് പറയാമെന്നോ, ഒറ്റയടിക്കില്ല പറ്റില്ല എന്ന് പറയുന്നത് ഒഴിവാക്കുക. എന്നിട്ട് അതിനൊരു ഗ്യാപ്പ് കൊടുത്ത് സാവധാനത്തിൽ പറയാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ഇനി ഞാനൊരു നല്ലൊരു ടിപ്പ് പറഞ്ഞുതരാം. എനിക്ക് നമ്മുടെ ജീവിതത്തിലൊക്കെ നമുക്ക് ഉപകാരപ്പെട്ട, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉപകാരപ്പെട്ട, അത് നമ്മുടെ കൂട്ടുകാർക്കിടയിലാണെങ്കിലൊക്കെ നമുക്ക് ഉപകാരപ്പെട്ട ഒരു സംഭവമാണ്. നമുക്ക് വാല്യൂ ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ആരും വില കൽപ്പിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി നോക്കൂ. എന്താണെന്നറിയോ? നമ്മൾ സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുകയും കുറച്ച് സംസാരിക്കുകയും ചെയ്യാം. നമുക്ക് ആരുടെയെങ്കിലും ഇടയിൽ നല്ല വാല്യൂ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? വില വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ നിങ്ങൾ ഇതൊന്ന് വളരെ ആത്മാർത്ഥമായിട്ടൊന്ന് ചെയ്തു നോക്കാം. എന്താ ചെയ്യേണ്ടതെന്നറിയോ? കുറച്ച് സംസാരിക്കുക. കുറച്ച് സംസാരിച്ച് കൂടുതൽ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മൾ ഒരാളോട് സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ആ ആൾ പറയുന്നത് കൂടുതലും കേൾക്കാൻ വേണ്ടി ശ്രമിച്ച് നമ്മൾ കുറച്ച് സംസാരിക്കുക. സംസാരം കുറച്ച് കൂടുതൽ കേൾക്കുക. ചില മഹത്തുക്കളൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 2 ചെവികളും 1 നാവും നൽകിയത് കുറച്ച് സംസാരിക്കാനും കൂടുതൽ കേൾക്കാനുമാണെന്ന്. അങ്ങനെ കുറച്ച് സംസാരിച്ച് കൂടുതൽ കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക. അത് ഒരു ബന്ധത്തിൽ പ്രധാനമായും വേണ്ട ഒന്നാണ്. നമ്മുടെ പങ്കാളിയാണെങ്കിലും പാർട്ട്ണറാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും അവർ പറയുന്നത് കേൾക്കാനുള്ള മനസ്സുണ്ടായിരിക്കുക എന്നുള്ളത്. പലപ്പോഴും പല കേസുകളിലും അതാണ് നമ്മൾ കാണുന്നത്. സംസാരിക്കാൻ കേൾക്കാൻ, ഞാൻ പറയുന്നൊന്നും കേൾക്കുന്ന പോലും ഇല്ല എന്ന് പറയാം. എന്നെ പരിഗണിക്കുന്നില്ല. ഈ പരിഗണന എന്ന് പറഞ്ഞാൽ കേൾക്കുക എന്നാണല്ലോ. കേൾക്കുന്നില്ല. കേൾക്കലൊരു പരിഗണനയാണല്ലോ. നമ്മൾ പറയുന്നത് കേൾക്കാനുള്ളൊരു മനസ്സുണ്ടായിരിക്കുക. ചെവി കൊടുക്കുക. ചില ആളുകൾ ചെവി കൊടുക്കുകയില്ല. അതുകൊണ്ട് കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക എന്നുള്ളത്. പിന്നെ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതിന് നമ്മൾ നോ പറയാതിരിക്കുക. പറ്റുന്നതൊക്കെ നമ്മൾ ഓക്കെ പറയുക. സമയം മാറ്റിവെക്കുക. നല്ല ശാന്തതയോടുകൂടെ മൊബൈൽ ഫോണൊന്നും ഇല്ലാതെ ഒരു അരമണിക്കൂർ 1 മണിക്കൂറെങ്കിലും സംസാരിക്കാൻ, ഇടയ്ക്കിടയ്ക്ക് ഒരു 10 മിനിറ്റ് സംസാരിക്കാൻ, ഒരു 5 മിനിറ്റ് സംസാരിക്കാൻ, പരസ്പരം സംസാരിച്ചിരിക്കാൻ ഒരു സമയം കണ്ടെത്തുക. ഇടയ്ക്കൊക്കെ സർപ്രൈസ് ഗിഫ്റ്റുകളൊക്കെ ആകാം. അതൊക്കെ ശരിക്കും നമ്മൾ നിസ്സാരമായിട്ട് കരുതുന്ന സംഭവമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. 2 പേരുടെയും മാതാപിതാക്കളെ റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ കുടുംബങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുക. ഇതും ഒരു വലിയ വില്ലനായി സംഭവിക്കാറുണ്ട് പല കുടുംബത്തിലും. ഞാൻ ഈ പറഞ്ഞതിലെ ഏതെങ്കിലും ഒരു ഘട്ടത്തിലൂടെ കടന്നുപോയവരാണ് നിങ്ങളൊക്കെ. ഇതിൽ എവിടെയെങ്കിലൊക്കെ ഈ പറഞ്ഞതിലൊക്കെ ഏതെങ്കിലും ഒരു ഭാഗത്ത് പ്രശ്നങ്ങളില്ല, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ഈ പറഞ്ഞതിലുണ്ടല്ലോ, തീർച്ചയായിട്ടും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ഈ അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കതാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ,
കുറച്ച് സംസാരിക്കുക, കൂടുതൽ കേൾക്കുക എന്നുള്ളത്. അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, നമ്മുടെ ഇണയെക്കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞാൽ അത് തടയുക എന്നുള്ളതാണ്. അതിനെ അനുവദിച്ചു കൊടുക്കാതിരിക്കുക. അപ്പം തൻ്റെ മുമ്പിൽ വെച്ച് തൻ്റെ ഇണയെക്കുറിച്ച് പറയുന്നത് കുറ്റം പറയാൻ ഒരാളെ അനുവദിക്കരുത്. ആ രൂപത്തിലേക്ക് നമ്മളെത്തുക. അപ്പം എൻ്റെ ഭാര്യയെക്കുറിച്ച്, എൻ്റെ വൈഫിനെ കുറിച്ച് എൻ്റെ മുമ്പിൽ വെച്ച് ആരെങ്കിലും കുറ്റം പറയുമ്പോൾ അത് നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അല്ലെങ്കിൽ നിങ്ങളെ മുമ്പിൽ വെച്ച് നിങ്ങളെ ഹസ്ബൻഡിനെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോൾ, കുറ്റം പറയുമ്പോൾ അത് നമ്മൾ അനുവദിച്ചു കൊടുക്കാൻ പാടില്ല. അത് ശരിക്ക് നല്ലൊരു ബോണ്ട് ഉണ്ടാവാൻ, അത് അവർ മുമ്പിലുണ്ടായിരിക്കുമ്പോഴും, ഹസ്ബൻഡ് വൈഫ് ഇവർ ഒരുമിച്ചാകുന്ന സമയത്തും അല്ലാത്ത സമയത്തൊക്കെ നല്ലൊരു ഒരു മാറ്റം ഉണ്ടാക്കും. അത് വല്ലാതെ ഹൃദയത്തെ സ്വാധീനിക്കുന്നൊരു സംഭവമാണ്. അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് യാത്ര പോകുക എന്നുള്ളത്. യാത്ര പോകുന്ന ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. അതിന് മഹത്തുക്കളൊക്കെ പറഞ്ഞ ഒരുപാട് വാചകങ്ങളുണ്ട്, ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു യാത്ര പോകുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ മനസ്സൊന്ന് റീഫ്രഷ് ആകാനും നമുക്ക് റിലാക്സേഷൻ കിട്ടാനൊക്കെ കാരണമാകും. ഇനി ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് വരാം. ഇതിങ്ങനെ പറയുമ്പോൾ കുറേ പറയാനുണ്ട്, ഞാൻ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. ഇനി നമ്മൾ പറഞ്ഞ ആത്മീയമായ വഴികൾ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കണം, ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ മാത്രം ഉണ്ടായാൽ പോരാ, പ്രകടിപ്പിക്കുകയും കൂടെ വേണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അതിൽ നല്ലൊരു ഒരു 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 റാഹത്തിലേക്ക് എത്തുള്ളൂ. ഇൻഷാ അല്ലാഹ് ഞാൻ നേരത്തെ ഈ പറഞ്ഞ ഘട്ടങ്ങളിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് എഴുതി അറിയിക്കണം. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ, കപ്പിൾസിനിടയിൽ നല്ല സ്നേഹം ഉണ്ടാവാൻ വേണ്ടി ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ് 70 തവണ അലം നശ്റഹ് ലക സദ്റക എന്ന് പറയുന്ന സൂറത്തുണ്ടല്ലോ, ആ സൂറത്ത് വളരെ ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ആരിൽ നിന്നാണോ സ്നേഹം കിട്ടേണ്ടത് അവർക്ക് കുടിക്കാൻ കൊടുക്കുക. 2 ആൾ ഒരുമിച്ച് കുടിക്കുക. ഒരാൾ കുടിച്ച് പകുതിയായിട്ട് ആ ബാക്കിയുള്ള വെള്ളം കൊടുക്കുക. തീർച്ചയായിട്ടും നല്ല ഫലം ഉണ്ടാകും. ചെയ്തു നോക്കുക, റിസൾട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. അതേപോലെ തന്നെ നിസ്കാരങ്ങൾക്ക് ശേഷം റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിന വദുർരിയത്തിന ഖുറത അഅ്യുനി വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഈ ദുആഇനെ പതിവാക്കുക, നല്ല റിസൾട്ട് ഉണ്ടാകും. യാ വദൂദ് എന്ന് പറയുന്ന ഇസ്മുണ്ട്, അത് വളരെ ആത്മാർത്ഥമായിട്ട് നിസ്കാരങ്ങൾക്ക് ശേഷം കുറഞ്ഞ തവണയെങ്കിലും ചൊല്ലുക. നല്ല സ്നേഹസമ്പന്നമായ ജീവിതം ഉണ്ടാവാൻ കാരണമാകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നല്ല ജീവിതത്തിൽ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവർ അൽഹംദുലില്ലാഹ് പറയൂ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.